ഹലോ എവ്രി വൺ, വെൽക്കം ടു PSC മെന്റർ. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഏപ്രിലിൽ നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, one of the boys dash absent today. Okay, fill in the blanks ആണ്. One of the boys dash absent today. ഇത് കാണുമ്പോൾ തന്നെ ബോയ്സിൽ ഒരാൾ ഇന്നില്ല. ഓക്കെ, ഒരാൾ ഇന്നില്ല. സി, ഐ എം ടോക്കിംഗ് അബൌട്ട് വൺ പേഴ്സൺ. ഒരാളെ പറ്റിയാണ് പറയുന്നത്. ബോയ്സിൽ ഇന്ന് ഒരാളില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഈ ഒരാളെന്ന് പറയുന്നത് എന്താണ്? ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ അല്ലേ? നമ്മൾ ഒരാളെ പറ്റിയല്ലേ പറയുന്നത്. അപ്പം വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണം? വൺ ഓഫ് ദ ബോയ്സ് ഇസ് എന്നവിടെ വരണം. ഓക്കെ, വൺ ഓഫ് ദ ബോയ്സ് ഇസ് എന്നാണ് വരേണ്ടത്. വൺ ഓഫ് ദ ബോയ്സ് ഇസ് ആബ്സെന്റ് ടുഡേ എന്ന് വരും. ഓക്കെ, യെസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ഇസ്. വൺ ഓഫ് ദ ബോയ്സ് ഇസ് ആബ്സെന്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിൽ ഒരാളാണ് ആബ്സെന്റ്. വൺ ഓഫ് ദ ബോയ്സ് ഇസ് ആബ്സെന്റ് ടുഡേ. ഒരാളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം എ പോലീസ്മാൻ. ഞാനൊരു പോലീസ്മാൻ ആണ് അല്ലേ? എന്നെ കണ്ടാൽ തോന്നുന്നില്ലേ അല്ലേ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെയല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കുക. ഞാനൊരു പോലീസ്മാൻ ആണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? കേട്ടോ. അപ്പോൾ ഒരു ക്ലൂ പറയാം. തന്നിരിക്കുന്ന സെന്റൻസ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുക. ഐ റിപ്പീറ്റ്, തന്നിരിക്കുന്ന സെന്റൻസ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുക. ഐ ആം എ പോലീസ്മാൻ എന്ന് പറയുന്ന പോസിറ്റീവ് സെന്റൻസ് അല്ലേ? ആണ്. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണ്ടേ? ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ബാക്കി 3 നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാ. ഈ ആമിന്റെ ഓപ്പോസിറ്റ് എന്താ? ആം നോട്ട്. ഐ ആം എ പോലീസ്മാൻ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഐ ആം നോട്ട്. ഈ ആം നോട്ടിന്റെ ഷോർട്ട് ഫോം എന്നാണെന്നറിയോ? ആം നോട്ടിന്റെ ഷോർട്ട് ഫോം ആറിൻറ്റ് ആണ് കേട്ടോ. ആം നോട്ടിന്റെ ഷോർട്ട് ഫോം ആറിൻറ്റ് ആണ്. ആറിൻറ്റ്. സോ അവിടെ എന്ത് വരും? ആറിൻറ്റ് ഐ. ആറിൻറ്റ് ഐ. ആറിൻറ്റ് ഐ. സോ ആറിൻറ്റ് ഐ എന്ത് ചെയ്യും? ഓപ്ഷൻ ഡി. ഈ ആം നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് ആറിൻറ്റ്. ആറൻറ്റ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഇവിടെ ഓപ്ഷൻ തന്നിട്ടില്ല. പക്ഷേ മിക്കവരും എന്ത് ചെയ്യുന്നറിയോ? മിക്കവരും ആം നോട്ടിനെ എടുത്തിട്ട് അങ്ങ് ആമിൻ്റെ അങ്ങ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതില്ല കേട്ടോ. നെക്സ്റ്റ്, അടുത്തത്, ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഹൈ ടൈം. ഇങ്ങനത്തെ ഫ്രേസ് വന്നാൽ എന്ത് ചെയ്യണം? ഇറ്റ്സ് ഹൈ ടൈം, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് പീക്ക് ടൈം. ഇങ്ങനത്തെ ഫ്രേസസ് വന്നാൽ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇറ്റ്സ് ടൈം എന്നോ ഇറ്റ്സ് ഹൈ ടൈം എന്നോ ഇറ്റ്സ് പീക്ക് ടൈം എന്നോ ഇങ്ങനെ ഏതെങ്കിലും വന്നാൽ അത് കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്നത് നോക്കുക. എന്താ തന്നിരിക്കുന്നത്? 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, അവിടെ ചിലപ്പോൾ സബ്ജക്റ്റ് കാണും, അല്ലെങ്കിൽ അവിടെ ടു കാണും. ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നോർമലി തരുന്നത്. ഇറ്റ്സ് ടൈം എന്നോ ഇറ്റ്സ് ഹൈ ടൈം എന്നോ ഇറ്റ്സ് പീക്ക് ടൈം എന്നോ കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് വരാം, അല്ലെങ്കിൽ ടു തരാം. ടു ആയിരുന്നെങ്കിൽ നമുക്കറിയാലോ കൂടെ V1 ഫോം ആണെന്ന്. ടു സിങ്, ടു ഡാൻസ്, ടു കുക്ക്. ഓക്കെ, അപ്പോൾ ടു കണ്ടാൽ നിങ്ങൾ അവിടെ പ്രസന്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യാം. എന്നാൽ ചിലപ്പോൾ സബ്ജക്റ്റ് തരും. സബ്ജക്റ്റ് തരുന്നെങ്കിൽ നിങ്ങൾ അവിടെ പാസ്റ്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുക. V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ഓഫ് വെർബ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇറ്റ്സ് ഹൈ ടൈം യു. യു എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? പാസ്റ്റ് ഫോം ഓഫ് വെർബ്. ഓപ്ഷൻസിലെ പാസ്റ്റ് ഫോം എന്ത് ചെയ്യേ? ഓപ്ഷൻ സി, സ്റ്റോപ്ഡ്. ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. സമയം അതിക്രമിച്ചു, നീ ഇനി നിർത്തിയേ പറ്റൂ, നീ ഇനി സ്മോക്ക് ചെയ്യാൻ പാടില്ല, ഇനി ഇല്ല, സമയം അതിക്രമിച്ചു എന്ന മീനിങ് ആണ്. ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. ഇറ്റ്സ് ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. ഇറ്റ്സ് പീക്ക് ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്. ടു സ്റ്റോപ്പ്. ആ ടു തന്നിട്ടില്ല, അപ്പം അത് വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഫ്രേസസ് ഒക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ നെക്സ്റ്റ്, 4th വൺ, ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. നേരത്തെ ഇറങ്ങിയാൽ കൃത്യസമയത്ത് ഇവിടെ എത്താം. ഓക്കെ, ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. കണ്ടീഷൻ ക്ലോസ്. ഈ കണ്ടീഷൻ ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും 3 പാറ്റേൺ ഉണ്ട്. 3 ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഓക്കെ, ടൈപ്പ് 1ന്റെ പാറ്റേൺ ഇഫിന്റെ കൂടെ പ്രസന്റ് ആയിരിക്കുവേ. അപ്പോൾ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാലിന്റെ കൂടെ പ്രസന്റ്. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇഫിന്റെ കൂടെ പാസ്റ്റ് ആയിരിക്കുവേ. അപ്പോൾ വിൽ ഓർ ഷാലിന്റെ പാസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ വുഡ് ഓർ ഷുഡ്, അവിടെയും നമ്മൾ V1 ആണ് ഉപയോഗിക്കുന്നത്. കാരണം വിൽ, വുഡ്, ഷാൽ, ഷുഡ് ഇങ്ങനത്തെ മോഡൽസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ആണ്, പ്രസന്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒരു ടൈപ്പും കൂടെ ഉണ്ട്, ടൈപ്പ് 3. ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, അതായത് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എങ്ങനെയാണെന്നറിയോ? വുഡ് അല്ലെങ്കിൽ ഷുഡ്, അതിൻ്റെ കൂടെ ഹാവ് എന്നുണ്ട്, പിന്നെ തേർഡ് ഫോം ഓഫ് വെർബ് ഉണ്ട്. ഓക്കെ, കാണാലോ.
അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ക്ലോസിന്റെ 3 പാറ്റേൺ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഒരു പാർട്ട് അവർ തരും, മറ്റേ ഹാഫ് നമ്മൾ കറക്റ്റ് ആക്കണം. ചിലപ്പോൾ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് തരും, സിൻടാക്സ് കറക്റ്റ് ആയിട്ട് തരും, മെയിൻ ക്ലോസ് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇഫ് യു സ്റ്റാർട്ട് ഏർലി, ഇഫ് യു സ്റ്റാർട്ട്, ഇഫിന്റെ കൂടെ കണ്ടോ സ്റ്റാർട്ടാ, ഇഫിന്റെ കൂടെ V1 ആണ്, അപ്പോൾ അത് ടൈപ്പ് 1 അല്ലേ. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരും? വിൽ ഓർ ഷാൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വുഡ് കൊടുക്കണ്ട. പിന്നെയോ യു വിൽ റീച്ച് ഇൻ ടൈം. കണ്ടോ, യു വിൽ റീച്ച്, വില്ലിന്റെ കൂടെ V1 ഫോം. കണ്ടോ, ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു വിൽ റീച്ച് ഇൻ ടൈം. ഈ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്തിനകത്ത്, അതിനുള്ളിൽ. ഇപ്പം 5 മണിക്ക് എത്തേണ്ടതാണെങ്കിൽ 5 മണിക്കുള്ളിൽ എത്തും എന്നാണ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ. മേ ബി ഒരു 4:30-കോ 4:45-നോ, അപ്പൊ 5-നുള്ളിൽ, അതാണ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇനി ഈ കണ്ടീഷൻ ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് 3 ടൈപ്സും പഠിക്കണം. ഇത് ടൈപ്പ് 2 ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ, ഇഫ് യു സ്റ്റാർട്ടഡ് ഏർലി യു വുഡ് റീച്ച് എന്ന് വന്നേനെ. ഇഫ് യു സ്റ്റാർട്ടഡ് ഏർലി യു വുഡ് റീച്ച് ഇൻ ടൈം എന്ന് വന്നേനെ. ടൈപ്പ് 3 ആക്കണമെങ്കിൽ ഇഫ് യു ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി, ഇഫ് യു ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി യു വുഡ് ഹാവ് റീച്ച്ഡ്, യു വുഡ് ഹാവ് റീച്ച്ഡ് എന്ന് വന്നേനെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ലെറ്റ്സ് നോട്ട് ഈൽഡ്. ഈൽഡിന്റെ കൂടെ ഏത് പ്രൊപ്പോസിഷൻ? ഈൽഡ് ഡാഷ് ടെംപ്ടേഷൻ. ഈൽഡ് ടു ആണ്, ഈൽഡ് ടു ടെംപ്ടേഷൻ എന്ന് വരും. ഓക്കെ, ഈൽഡിന്റെ കൂടെ 2 കൊടുക്കുക. അത് ഒരു ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ആണ്. ലെറ്റ്സ് നോട്ട് ഈൽഡ് ടു ടെംപ്ടേഷൻ. നമുക്ക് പ്രലോഭനങ്ങളിലൊന്നും ഉൾപ്പെടാതെ ഇരിക്കട്ടെ. നമുക്ക് ക്രിസ്ത്യൻസിന് ഒരു പ്രാർത്ഥനയിലുണ്ട്, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞൊരു പ്രെയറും കൂടെ ഉണ്ട്. അപ്പം ഈൽഡിൻ്റെ കൂടെ 2 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. All the assignments should be submitted on time. Dash they will not be evaluated. അവിടെ ഒരു കൺജങ്ഷൻ നമ്മൾ കൊടുക്കണം. സംതിങ് ഇസ് മിസ്സിംഗ്. ഓൾ ദി അസൈൻമെന്റ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ടൈം. കൃത്യസമയത്ത്, ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈം. ഇപ്പോൾ 26-ാം തീയതി രാവിലെ 10 മണിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്തോണം, അതിനകത്ത് ഇനി മാറ്റമൊന്നുമില്ല. ഓൺ ടൈം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ടൈം. അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റും? ദേ വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ്. അപ്പോൾ സമയത്തിന് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ദെയർഫോർ അതുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യില്ലെന്നാണോ? അല്ല, ഓൺ ദ കോൺട്രറി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ മറുവശം ഇങ്ങനെയാണ്, അങ്ങനെയാണോ? അതുമല്ല. ഫെർദർ മോർ, അത് കൂടാതെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അതായത് ഈ സമയത്തിന് വെച്ചില്ലെങ്കിൽ നിന്റെ ബുക്ക് നോക്കത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നീ മര്യാദയ്ക്ക് സമയത്തിന് വെച്ചോണം. അല്ലെങ്കിൽ, ഈ അല്ലെങ്കിൽ എന്നുള്ളത് അതർവൈസ് ആണ്. അതർവൈസ് ദേ വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ് കേട്ടോ. നെക്സ്റ്റ് 67. You had better dash that music down before your dad gets angry. You had better, അതൊരു ഫ്രേസ് ആണ്. ഹാഡ് ബെറ്ററിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ഫോം യൂസ് ചെയ്യാം. ഓക്കെ, ഹാഡ് ബെറ്റർ എന്ന് കണ്ടാൽ V1 ഫോം, പ്രസന്റ് ഫോം ഓഫ് വെർബ് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രസന്റ് ഫോം എന്താണ്? ടേൺഡ് ആണോ? അല്ല. ടേണിംഗ് ആണോ? അല്ല. ടേൺസ് ആയിക്കൂടെ? ടേൺസ് ആവാം, പക്ഷെ ഹാഡിൻ്റെ കൂടെയാണ്. ഹാഡാണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ആണ്. യു ഹാഡ് ബെറ്റർ ടേൺ, കാരണം യു അല്ലേ പറയുന്നത്, യുൻ്റെ കൂടെ പ്ലൂറൽ വേർബാണ്. അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ ടേൺ ദറ്റ് മ്യൂസിക് ഡൗൺ. അതായത് മര്യാദയ്ക്ക് അതിൻ്റെ വോളിയം കുറച്ചോ, ഇല്ലെങ്കിൽ ഡാഡി വന്ന് നിന്നെ പൂരമാക്കും. ഓക്കെ, അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ V1 ഫോം യൂസ് ചെയ്യുക. V1 ഫോം. ക്ലിയർ? യെസ്. അടുത്ത 68. ഷി ടേക്സ് ആഫ്റ്റർ ഹർ ഫാദർ. ഈ ടേക്സ് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബാണ്. അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ടേക്സ് ആഫ്റ്റർ, ഷീ ടേക്സ് ആഫ്റ്റർ ഹർ ഫാദർ എന്ന് വെച്ചാൽ കാണാൻ അച്ഛനെ പോലെ ഇരിക്കുന്നു, അച്ഛനെ പോലെ വാർത്ത് വെച്ചിരിക്കുന്നു, ഒരേപോലെ എന്നാണ്. ഈ ഒരേപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസെമ്പിൾസ്. ഓക്കെ, ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കാണാൻ ഒരേപോലെ എന്നാണ്, റിസെമ്പിൾസ് എന്നാണ്. ഓക്കെ, ലുക്സ് ആഫ്റ്റർ അല്ല. ലുക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കെയർ എന്നാണ്. ഗൈഡ് ചെയ്യല്ല. ഇമിറ്റേറ്റ് ചെയ്യാണോ? ഒരേപോലെ അച്ഛൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല. ഓക്കെ, നെക്സ്റ്റ്. I write dash every day. I write, ഞാൻ ഡയറി എല്ലാ ദിവസവും എഴുതും. ഈ ഡയറിയുടെ സ്പെല്ലിംഗ് എന്താ? ഡയറിയുടെ സ്പെല്ലിംഗ് എന്താ? ഡയറിയുടെ സ്പെല്ലിംഗ് ഓപ്ഷൻ ബി, ഡയറി. അപ്പോൾ ഓപ്ഷൻ എയോ? ഓപ്ഷൻ എ ഡയറി പ്രോഡക്ട്സ് ആണ്. ഡയറി പ്രോഡക്ട്സ്, നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ് ഇല്ലേ, അതാണ് ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ഡയറി മിൽക്ക് പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറിയാണ്. ഡയറി ബുക്കുണ്ടല്ലോ, നമ്മൾ ഡയറി എഴുതുമല്ലോ, അത് ഡയറി DIA ആണ്. ഓക്കെ, ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് വൺ, സിനോണിം ഫോർ സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക എന്നാണ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. സീസ് എന്ന് പറഞ്ഞാൽ നിർത്തുക.
അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഈ PYQ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് നോക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ലാസ്റ്റിൽ എനിക്ക് ഫുൾ ഞാനിപ്പം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതായത് നമുക്കൊരു 40 ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം തന്നെ 10 കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 30 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അപ്പം ഈ 40 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ബീറ്റ് ഓഫീസറിൻ്റെ തന്നെയാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ തന്നെ. അത് നടന്നത് 24-ലാണ് കേട്ടോ. 2024 ഫെബ്രുവരി 24 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ യെസ് കണ്ടോ, ഇവിടെയും 10 ക്വസ്റ്റ്യൻസ് ആണ്, 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, A കോഡിലാണ്. ഇനി ആർക്കെങ്കിലും ഇത് ഏത് കോഡാന്നൊക്കെ അറിയണമെങ്കിൽ A കോഡാണ്, A കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതിനകത്താണ് ജെറണ്ട് ഉള്ളത്? ജെറണ്ട് എന്തുവാ? ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് വെർബ്, അതായിരിക്കും അവിടുത്തെ സബ്ജക്ട്. ഓക്കെ, ING ഫോം ഓഫ് വെർബ് അതായിരിക്കും അവിടുത്തെ സബ്ജക്ട് അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഷീ വാക്ക്ഡ് ടു ദ സ്റ്റോർ, ING ഉണ്ടോ? ഇല്ല, പോട്ടെ. അടുത്ത്, ദേ വാച്ച് ദ മൂവി, ING ഉണ്ടോ? ഇല്ല. വി ഏറ്റ് പിസ്സ ഫോർ ഡിന്നർ, ING ഉണ്ടോ? ഇല്ല. പിന്നെ ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ, ഓപ്ഷൻ സി. ശരിക്കും പറയുന്നത് ഭയങ്കര സിമ്പിളായിപ്പോയി. ചില സമയത്ത് നമുക്ക് ജെറണ്ട് അല്ലാണ്ട് നമുക്ക് ING ഫോം ഓഫ് വെർബ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു 1-2 ഓപ്ഷൻസ് കൂടെ വരണമായിരുന്നു നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് അല്ലേ. പക്ഷെ അതില്ല. ഒരു സാമാന്യ കോമൺ സെൻസ് ഉള്ളവർക്ക് പോലും ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാം. കാരണം ING ഫോമാണ് ജെറണ്ടിനുള്ളത്. അതാണ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട്, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ING ഫോം ഓഫ് വെർബ്. അതാണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാഗ്യത്തിന് ഒരു ജെറണ്ട് മാത്രം, ING ഫോം തന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 62, that was dash disappointment but we managed to get dash room across dash hall from it. ആർട്ടിക്കിൾസ് 3 ഉണ്ട്. 3 ശരിയായാലേ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ ഒന്ന് നോക്കിക്കേ. ദാറ്റ് വാസ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് വരില്ലല്ലോ, അപ്പോൾ അത് കളയാമല്ലോ. ഓക്കെ, പിന്നെ ആനുള്ളതൊക്കെ നമുക്ക് അങ്ങ് എടുത്ത് കളയാവേ. ഓപ്ഷൻ മൂന്നാമത്തെ ബ്ലാങ്ക് നോക്കിയേ. മൂന്നാമത്തെ ബ്ലാങ്കിൽ എന്താ? മൂന്നാമത്തെ ബ്ലാങ്കിൽ ഡാഷ് ഹോൾ, ആൻ ഹോൾ എന്ന് പറയുമോ? ഇല്ല, അതും ഇല്ലേ, പോയേ. ഇനി B ആണോ C ആണോ? ആഹാ, അടിപൊളി, അത്ര എളുപ്പമായി. ദാറ്റ് വാസ് ദ ഡിസപ്പോയിൻമെൻ്റ് ആണോ? അവിടെ എന്തെങ്കിലും നമ്മൾ വല്ല സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദ റൂം അക്രോസ് ദ ഹോൾ ഫ്രം ഇറ്റ്. അതൊരു വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ ആ റൂമിൽ നിന്ന്, ആ ഹോളിന് അക്രോസ് ഉള്ള ആ റൂമില്ലേ, അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ ഇറങ്ങി. അപ്പം എന്തോ ഒരു എസ്കേപ്പിസം, ഒരു രക്ഷപ്പെടലിൻ്റെ ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ആൻസർ എന്ത് ചെയ്യുക? A, the ഓപ്ഷൻ B ആണ്, ഓപ്ഷൻ B. Okay, 63. As soon as he came, he made sure that everything was all right. ഇതിനെ നെഗറ്റീവ് ആക്കണം. മീനിങ് ഇതാണ്, അവൻ വന്ന ഉടനെ അവൻ ഉറപ്പ് വരുത്തി എല്ലാം ഓൾ റൈറ്റ്, എല്ലാം ഓക്കെ ആണെന്ന് അവൻ ഉറപ്പ് വരുത്തി. അവൻ വന്ന ഉടനെ അവൻ ഒരു കാര്യം ഉറപ്പ് വരുത്തി, എല്ലാം ഓക്കെ ആണ്, എല്ലാം സെറ്റ് അല്ലേ, ഓക്കെ എന്ന് ഉറപ്പ് വരുത്തി. ഇതിനെ ഒന്ന് നെഗറ്റീവ് ആക്കാവോ? എങ്ങനെ വരും? ഇതിനെ നെഗറ്റീവ് ആക്കിയാൽ എങ്ങനെ വരും? No sooner did he come than he made sure that everything was all right. As soon as he came, he did not make sure that everything was all right. അത് B എന്ന് പറയുന്ന Aയുടെ ഓപ്പോസിറ്റ് അല്ലേ. ആസ് സൂൺ ആസ് ഹി കെയിം ഹി ഡിഡ് നോട്ട് മേക്ക് ഷുവർ. അവൻ ഉറപ്പ് വരുത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഉറപ്പ് വരുത്തിയില്ല എന്ന് പറയുന്നത്? B ശരിയാണോ? അല്ല, B അല്ലായേ. പിന്നെ ഇഫ് ജെയിംസ് ഡാഷ് സി നോ സൂണർ ഹി കെയിം ഹി മെയ്ഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. നോ സൂണറിനോട് ദാൻ എന്നുള്ളൊരു പാർട്ട്ണർ വേണ്ടേ? അത് തന്നിട്ടില്ല, അപ്പോൾ C അല്ലായേ. ഇനി D നോക്കിക്കേ. ഡിയിൽ എന്താ? ആസ് സൂൺ ആസ് ഹി കെയിം ഹി മെയ്ഡ് ഷുവർ ദാറ്റ് നത്തിങ് വാസ് ഓൾ റൈറ്റ്. എല്ലാം ഓൾ റൈറ്റ് ആണ്, എല്ലാം ഓക്കെ ആണെന്ന് അയാൾ ഉറപ്പ് വരുത്തി, അല്ലാണ്ട് ഒന്നും ഓക്കെ അല്ലെന്നല്ല. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ശരിയാണോ നോക്കാം. നോ സൂണർ ഡിഡ് ഹി കം. നോ സൂണറിന്റെ പാർട്ട്ണർ ആരാ? ദാൻ. കണ്ടോ, നോ സൂണറിന്റെ പാർട്ട്ണർ ദാൻ. ഈ നോ സൂണർ വന്നു കഴിയുമ്പം അത് നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് തന്നെ, കാരണം നമുക്ക് നമ്മൾ നെഗറ്റീവ് സെൻസിൽ പറയുന്നതേ ഉള്ളൂ. അതായത് അവൻ വന്ന ഉടനെ തന്നെ അവനെല്ലാം ഓക്കെ ആണോ എന്ന് അവൻ ഉറപ്പ് വരുത്തി. അതായത് വരേണ്ട താമസം, വന്ന ഉടനെ അവൻ ഇതെല്ലാം നോക്കി, കറക്റ്റ് ആണോ എന്ന് അവൻ നോക്കി എന്നതാണ്. ഈ നോ സൂണർ നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, ഹെൽപ്പിംഗ് വേർബ് ആദ്യം കൊടുക്കാൻ കാരണം ഈ നോ സൂണർ നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹെൽപ്പിംഗ് വേർബ് കൊടുക്കണം, എന്നിട്ടാണ് അവിടെ സബ്ജക്റ്റ് വരുന്നത്.
കേട്ടോ. നോ സൂണർ കഴിഞ്ഞ ഉടനെ തന്നെ ഹെൽപ്പിംഗ് വേർബ് വന്നു, എന്നിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് അവിടെ വന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. അടുത്ത 64. നെക്സ്റ്റ്, ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. ഞാനൊരു കാര്യം പറയട്ടെ, ഇഫ് ക്ലോസ് വരുമ്പോൾ ഞാൻ ആ പറഞ്ഞ 3 കണ്ടീഷൻസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണമാണോ നോക്കിക്കേ. ഞാൻ ഓൾറെഡി 3 ടൈപ്പ് പറഞ്ഞായിരുന്നു. ഇഫ് ജെയിംസ്, നമുക്ക് ഓരോന്നും നോക്കാവേ. ഇഫ് ജെയിംസ് ഹാവ് വരില്ലല്ലോ അല്ലേ, 64 ബി മാറ്റാലോ, ഹാവ് എന്താണേലും വരില്ല. പിന്നെ ഇഫ് ജെയിംസ് ഹാഡ് ആണോ ഹാസ് ആണോ ഹാസ് ആണോ? ഓക്കെ, ഹാസും വുഡും കൂടെ വരുമോ? ഇല്ലല്ലോ, ടൈപ്പ് 1 വുഡ് വരില്ല, അപ്പം അത് പോയി. ഇനി എ ആണോ സി ആണോ? ഓക്കെ, ഇത് നെക്സ്റ്റ് ഇയർ ആണ്. നെക്സ്റ്റ് ഇയർ, ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ കാർ നെക്സ്റ്റ് ഇയർ. ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ അടുത്ത വർഷം അല്ലേ. ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി, അത് ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ അല്ലേ? ആണല്ലോ. അപ്പൊ അത് ഏത് ടൈപ്പാ? ടൈപ്പ് 2. ടൈപ്പ് 2 ഇഫിൻ്റെ കൂടെ പാസ്റ്റ്, അതാണ് ഇഫ് ജെയിംസ് ഹാഡ് മണി ഹി വുഡ് ബൈ, വുഡിൻ്റെ കൂടെ V1, അത് ഓക്കെ. അപ്പോൾ സിക്ക് എന്താ കുഴപ്പം? ഇഫ് ജെയിംസ് ഹാസ് ഇനഫ് മണി ഹി വിൽ ബൈ എ ന്യൂ കാർ, അത് പ്രസന്റ് കുഴപ്പമില്ല. അതായത് ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ അവൻ മേടിക്കും. ഇത് അടുത്ത വർഷമല്ല, അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് 2 പോകുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷൻ വൈസ് സിൻടാക്സ് നോക്കുവാണെങ്കിൽ സിയിൽ തെറ്റൊന്നും ഇല്ല, പക്ഷെ നമുക്ക് അവിടെ ഒരു ക്ലൂ ഉണ്ട്. എന്താണ് ക്ലൂ? നെക്സ്റ്റ് ഇയർന്ന് കിടപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇയർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പാസ്റ്റ് കൊടുക്കുക. അതാണ് ഇഫിൻ്റെ കൂടെ പാസ്റ്റ് വന്നത്. ഓക്കെ, ഇപ്പൊ കാണാമല്ലോ അല്ലേ? ഓക്കെ, അടുത്തത് നെക്സ്റ്റ് 65. He was absent dash he was sick. He was absent കാരണം അവന് വയ്യായിരുന്നു. കാരണമാണ് പറയുന്നത്, റീസണാണ് പറയുന്നത്. ബിക്കോസ് ഹി വാസ് സിക്ക്. ഹി വാസ് ആബ്സെന്റ് ബിക്കോസ് ഹി വാസ് സിക്ക്. വയ്യായിരുന്നു അതുകൊണ്ട്. വെൻ ഹി വാസ് സിക്ക് ആണോ, ഡ്യൂറിങ് ആണോ, വൈലാണോ? അല്ല, കാരണമാണ് പറയുന്നത്. അവന് എന്തുകൊണ്ടാണ് അവൻ വരാതിരുന്നത്? കാരണം അവന് വയ്യായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ആ ക്വസ്റ്റ്യന് എന്ത് പറ്റിയെന്നറിയോ? ഇതിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫോറിൻ ഫ്രേസ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്നായിരുന്നു. ആ വർഷം ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. കാരണം ക്വസ്റ്റ്യൻ അവർ തരാൻ വിട്ടുപോയി. ഓപ്ഷൻസ് ഒക്കെ തന്നായിരുന്നു, ക്വസ്റ്റ്യൻ അവർ തരാൻ വിട്ടുപോയി. സോ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ. 67. കറക്റ്റ് സ്പെല്ലിംഗ് പറയണേ. കറക്റ്റ് സ്പെല്ലിംഗ്. ഡിസ്ക്രിപ്പൻസി, പൊരുത്തക്കേടുകൾ, ചേർച്ചക്കുറവ് എന്നൊക്കെ പറയാം, ക്രമക്കേടുകൾ എന്നൊക്കെ പറയാം. ഓക്കെ, ഡിസ്ക്രിപ്പൻസി ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? സൈഡിലോട്ട് എഴുതി നോക്കിക്കോ. ഡിസ്, ക്രപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? ക്രബ്. ആൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? ആൻസി. ഇത് ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. ഡിസ്ക്രിപ്പൻസി. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി, ഡിസ്ക്രിപ്പൻസി. കണ്ടോ? പൊരുത്തക്കേടുകൾ, ക്രമക്കേടുകൾ. കേട്ടോ. നെക്സ്റ്റ് 68. His speech has taken the wind out of my sails. ഈ wind out of my sails, take the wind out of my sails എന്ന് പറഞ്ഞാൽ എന്താണ്? His speech has taken, has എന്ത് ചെയ്തു? Made me think of the future. ഭാവിനെ കുറിച്ച് ചിന്തിപ്പിച്ചു എന്നതാണോ? Made me remember my past. ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മ വന്നു എന്നാണോ? Made my words or actions ineffective. ഞാൻ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച പോലെയായി. മേഡ് മീ ഡിപ്രസ്ഡ്, എന്നെ ഡിപ്രഷനിലോട്ടാക്കി എന്നതാണോ? എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റങ്ങ് പോയി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം വെള്ളത്തിൽ വരച്ച പോലെ ഇൻഎഫക്റ്റീവ് ആയി എന്നാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം അങ്ങ് മാഞ്ഞു പോയി എന്നാണ്. ഓക്കെ, ടേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്, മൊത്തം അങ്ങ് കറ്റിപ്പറന്ന പോലെ എന്ന് നമ്മൾ പറയത്തില്ലേ, കറ്റിപ്പറത്തിയ വിട്ട പോലെ എന്നൊക്കെ പറയും. അപ്പോൾ മൊത്തം അങ്ങ് പോയി എന്നാണ്. ഞാൻ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള എല്ലാ കാര്യവും അങ്ങ് മാഞ്ഞു പോയി. 69. They said let us come in. Let us come in. അതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാവോ? Let us come in. Let us come in. They told that let them be allowed to come in. They requested that they might be allowed to come in. They said that if they are allowed to come in. ബാക്കിയോ? അവിടെ എന്തോ ഒരു കണ്ടീഷൻ പറയാം, സി അല്ല എന്താണേലും. ബാക്കി they requested me to let them come in. ഈ ലെറ്റ് അസ് എന്ന് പറയുന്നത് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ദെം ആവുമല്ലോ അല്ലേ? അപ്പോൾ ബി അല്ല. എ ആണോ ഡി ആണോ? ഇതേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ സാധാരണ പറയുന്ന ഒരു സെൻറ്റൻസ് ആണോ? അല്ല, ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസാണ് അല്ലേ? ഒരു റിക്വസ്റ്റോ സജഷനോ ഒക്കെ പോലെ ഉള്ള ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ലെറ്റ് us come in.
അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ അകത്തോട്ട് വന്നോട്ടെ, ലെറ്റസ് കമ്മിൻ, ഒന്ന് പെർമിഷൻ തരാമോ എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കുകയോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ ടോൾഡ് എന്ന് കൊടുക്കാൻ പറ്റില്ല. ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കമ്മിൻ. അപ്പം ഇപ്പോൾ ഒരു 4 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരങ്ങ് ഡോറിൻ്റെ അവിടെ നിന്നിട്ട് പറയാണ്. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 4 സ്റ്റുഡൻസ് അവിടെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് പറയാണ്, മാം ലെറ്റസ് കമ്മിൻ, അതായത് പ്ലീസ് ക്യാൻ വി ഗെറ്റ് ഇൻ എന്നുള്ളതാണ്, ഒന്ന് പെർമിറ്റ് ചെയ്യാമോ. അപ്പോൾ ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം ഇൻ. ഓക്കെ, അത് ഇംപറേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടാണ് അത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ കൊണ്ടുപോയി ടോൾഡ് എന്ന് കൊടുത്തേക്കരുത്, സാധാ സെന്റൻസ് അല്ല. പിന്നെ അവിടെ ടോൾഡ് കൊടുക്കരുത്. ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം ഇൻ. 70 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 70 a speech made by someone for the first time. ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ. ഓക്കെ, ആ സ്പീച്ചിന്, ഒരാളല്ല, ആ സ്പീച്ചിന് നമ്മൾ എന്താ പറയുന്നത്? ഒരാൾ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഇസ് ആളുടെ മെയ്ഡൻ സ്പീച്ച് എന്നാണ് പറയുന്നത് കേട്ടോ. മെയ്ഡൻ സ്പീച്ച്, മെയ്ഡൻ സ്പീച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരാൾ ആദ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മെയ്ഡൻ സ്പീച്ച്. ഓക്കെ, മെയ്ഡൻ സ്പീച്ച്. ഇനി എക്സ്റ്റംപോർ എന്താണെന്ന് അറിയാലോ അല്ലേ? ഈ ഓപ്ഷൻ സിയിൽ എക്സ്റ്റംപോർ, അതായത് എക്സ്റ്റംപോർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് സമയം തരും. ആ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ടോപ്പിക്കും തരും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. 1 മിനിറ്റിനകത്ത് നമ്മൾ ഒന്ന് പ്രസംഗിക്കണം. ഇത് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് പ്രസംഗിക്കണം. അതിനെയാണ് എക്സ്റ്റംപോർ. അപ്പം വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും, അതിനുള്ളിൽ നമ്മൾ ടോപ്പിക് അപ്പോഴായിരിക്കും ഓൺ ദ സ്പോട്ട് നമുക്ക് കിട്ടുന്നത്, എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുക. അതാണ് എക്സ്റ്റംപോർ. സെർമൺ, സെർമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഈ എന്താ പള്ളിയിലൊക്കെ ബൈബിൾ വായന, അതായത് ബൈബിളിനെ ബേസ് ചെയ്തിട്ട് അച്ഛനൊരു പ്രസംഗമൊക്കെ നടത്തത്തില്ലേ? അപ്പോൾ ആ ബൈബിളിൽ ഒരു പാസേജ്, പഴയ നിയമം, പുതിയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു പാസേജ് വായിച്ചിട്ട് അച്ഛൻ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തുന്നതാണ് സെർമൺ. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ടപ്പേ സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ആൻസർ തരുന്നു, അതാണ് സ്പോണ്ടേനിയസ് ആയിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബായോ, അടുത്ത ക്വസ്റ്റ്യൻ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അത് നടന്നത് 2023-ലാണ്. 2023. അപ്പോൾ 25, 24, ഇത് 23. പഴയതാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റേത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇനി ബാക്കി സബ്ജക്റ്റും കൂടി ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ എടുത്തോട്ടെ എന്ന് ഓർത്താണ്. ഓക്കെ, അപ്പോൾ നോക്കാം. യെസ്, സോ ക്വസ്റ്റ്യൻ നമ്പർ 61. ഹി വെന്റ് ടു ചെന്നൈ ഡാഷ് ട്രെയിൻ. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്? എങ്ങനെ ട്രാവൽ ചെയ്തു? ബൈ കാർ, ബൈ ബസ്, ബൈ ട്രെയിൻ. സോ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കാണിക്കാൻ ബൈ കൊടുക്കുക. ഓക്കെ, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കാണിക്കാൻ ബൈ കൊടുക്കുക. 62. ഡിഫറെൻറ്റ് പീപ്പിൾ ഡാഷ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. പല ആളുകൾക്കും പല ഡ്രീംസും ആസ്പിറേഷൻസും ആണ് ഉള്ളത്. പീപ്പിൾ പ്ലൂറൽ, വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പം എന്ത് കൊടുക്കണം? ഹാവ് എന്ന് വരണം. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഡ്രീംസ്. എന്ന് പറഞ്ഞാൽ അവരാണെന്നല്ലേ. പീപ്പിൾ ആർ ഡിഫറെൻറ്റ് അങ്ങനെ വേണേൽ പറയാം, പക്ഷെ അവർക്ക് ഉണ്ട് എന്നാണ്. പലർക്കും പല പല ആസ്പിറേഷൻസും പല പല ഡ്രീംസുമാണ് ഉള്ളത് എന്നാണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. 63 വീണ്ടും കണ്ടോ? ക്വസ്റ്റ്യൻ ടാഗ് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഐ ആം സ്മാർട്ട്. സെയിം പാറ്റേൺ റിപ്പീറ്റ് വന്നത് കണ്ടോ? 25-ലും 23-ലും 2023-ലും 2025-ലും സെയിം പാറ്റേൺ വന്നത് കണ്ടോ? ഐ ആം സ്മാർട്ട് പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ആം നോട്ട് എന്ന് വരും. ആം നോട്ട്, ഐ എം സ്മാർട്ട് ഓപ്പോസിറ്റ് ഐ എം നോട്ട്. ആം നോട്ടിന്റെ ഷോർട്ട് ഫോം എന്താ? ആറിൻറ്റ്. ആറിൻറ്റ്, ആമിൻറ്റ് കൊടുക്കാത്തത് കണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ എല്ലാ പ്രാവശ്യവും വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, ഇൻഡയറക്റ്റിലോട്ട് മാറ്റണം. The CEO asked Ramesh, have you finished the project? The CEO asked Ramesh, have you finished the project? Complete ചെയ്തോ? എന്ത് ചെയ്യണം? Have finished. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ടെൻസ് മാറ്റണം. ഓക്കെ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസ് മാറ്റണം. ഹാവ് ഫിനിഷ്ഡ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിനെ എന്താക്കി മാറ്റണമെന്നറിയോ? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണേ. പ്രസൻറ്റ് പെർഫെക്റ്റിനെ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അപ്പോൾ എന്ത് ചെയ്യേ? ഹാഡ് ഫിനിഷ്ഡ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഡിയു അല്ല, എയു അല്ല. പിന്നെ ഏതാ നോക്കിക്കേ? ബിയിൽ ദ CEO ആസ്ക്ഡ് രമേഷ്
whether he had finished the project. കാരണം have you finished കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ yes എന്നോ no എന്നാണ് പറയുന്നത്. yes or no ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ അവിടെ കൺജങ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് whether ആണ്. ഓക്കെ, പിന്നെ അവിടെ that വേണോ വേണ്ട, that വേണോ വേണ്ട. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ബി ബി B for boy. Okay. The CEO asked Ramesh whether he had finished the project. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. Have you finished the project? പ്രൊജക്റ്റ് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയാം, നോ എന്ന് പറയാം. അപ്പം അങ്ങനത്തെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നാൽ കൺജങ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ഇഫ് കൊടുക്കാം അല്ലെങ്കിൽ വെദർ കൊടുക്കാം കേട്ടോ. ഇവിടെ പക്ഷേ ഇഫും ഇല്ല വെദറും ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇഫും ഇല്ല വെദറും ഇല്ല. സോറി, ഇവിടെ ഇഫും ഇല്ല വെദർ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത് ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷൻ ആണ്. പാസീവിലോട്ട് മാറ്റാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവ്രി ഇയർ. ഓക്കെ, ഇൻഡയറക്റ്റ് ആക്കാമോ? അല്ല, സോറി, പാസീവ് വോയിസിലോട്ട് ആക്കാമോ? സ്പീച്ചും വോയിസും ഒരു ക്വസ്റ്റ്യൻ ഫോർ ഷുവർ ഉറപ്പാണ്. അപ്പോൾ എന്ത് കൊടുക്കാം? പാസീവിലോട്ട് മാറ്റണം. ഈ പാസീവിലോട്ട് മാറ്റുന്നത് എങ്ങനെയായിരുന്നു? ബൈ കൊടുക്കണം. ബൈ അവിടെ കിടക്കുന്നുണ്ട്. ബൈ തൗസൻഡ്സ് ഓഫ് അതുണ്ട്. ഓക്കെ, പിന്നെ തേർഡ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യണം. വിസിറ്റഡ് അതുകൊണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? ഇത് ഓർക്കുന്നുണ്ടോ? തന്നിരിക്കുന്ന സെന്റൻസ് എന്താന്ന് നോക്കുക. നമ്മൾ ടെൻസ് മാറ്റുന്നില്ല. ഓക്കെ, ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷനകത്ത് നമ്മൾ ടെൻസ് മാറ്റില്ല. പോയിന്റ് നമ്പർ 1 ടു ബി നോട്ടഡ്. ടെൻസ് മാറ്റില്ല. സ്പീച്ചിനകത്ത് ടെൻസ് മാറ്റും, പക്ഷേ ആക്റ്റീവ് പാസീവ് വോയിസിനകത്ത് ടെൻസ് മാറ്റില്ല. അപ്പോൾ തന്നിരിക്കുന്ന ടെൻസ് ഏതാ നോക്കിക്കേ. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ്. പ്രസന്റ് ടെൻസ് അല്ലേ? ആണല്ലോ, ഉറപ്പിച്ചല്ലോ. പ്രസന്റ് ടെൻസ് ആണല്ലോ, ആണ്. പിന്നെ ഈ വാസ് വിസിറ്റഡ് എന്നൊക്കെ എവിടെ നിന്ന് വരും? വാസ് ബീൻ എന്നൊക്കെ എവിടെ നിന്ന് വരും? ടെൻസ് മാറ്റണ്ട. തന്നിരിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ ടെൻസ് സിമ്പിൾ പ്രസന്റിൽ തന്നെ കൊടുക്കുക. പിന്നെ ഒരു വ്യത്യാസം, ഒരു അഡീഷണൽ ആയിട്ടൊരു ഫീച്ചർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസന്റിനകത്ത് നമ്മൾ പാസീവ് ആക്കുമ്പോൾ നമ്മളൊരു ഹെൽപ്പിംഗ് വേർബും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ പ്രസന്റിനകത്ത് നമ്മൾ പാസീവ് ആക്കുമ്പോൾ നമ്മൾ ഒരു ഹെൽപ്പിംഗ് വേർബും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഒരു ഹെൽപ്പിംഗ് വേർബും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഹെൽപ്പിംഗ് വേർബ് കൊടുക്കും? ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റും കന്യാകുമാരിയും കൂടെ ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ കന്യാകുമാരി സിംഗുലർ അല്ലേ? അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് വേർബും സിംഗുലർ ആയിട്ട് കൊടുക്കണം, ഇസ് എന്ന് കൊടുക്കണം. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവ്രി ഇയർ. അപ്പോൾ സാധാരണ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആക്റ്റീവ് വോയിസിൽ സിമ്പിൾ പ്രസന്റ് ആണ് തരുന്നതെങ്കിൽ, ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണ് ആക്റ്റീവ് വോയിസിൽ തരുന്നതെങ്കിൽ നമ്മൾ അതിനെ പാസീവ് ആക്കുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് കൊടുക്കുക. ഹെൽപ്പിംഗ് വേർബ്, പ്രസന്റിന്റെ ഹെൽപ്പിംഗ് വേർബ് ആരൊക്കെയാ? ഒന്നെങ്കിൽ ഇസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കന്യാകുമാരിയാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നത്. അത് സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ, ഇസ് എന്ന് വരണം കേട്ടോ. കന്യാകുമാരി ഇസ് വിസിറ്റഡ് എന്ന് വരും. ഓക്കെ, 66 വീണ്ടും ഫ്രേസൽ verb ആണ്. We have to dash the meeting as there is no power supply. We have to, മീനിങ് എന്താ? പോസ്റ്റ്പോൺ എന്നാണ് അല്ലെ? നമ്മൾ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യണം, കാരണം പവർ സപ്ലൈ ഇല്ല. പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യാം. പോസ്റ്റ്പോണിന്റെ മീനിങ് വരുന്ന ഏത് ഫ്രേസൽ verb യൂസ് ചെയ്യാം? ഇറ്റ് ഇസ് പുട്ട് ഓഫ്. ഓക്കെ, പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളതിനെ പോസ്റ്റ്പോൺ ചെയ്തു. ഓക്കെ, നമ്മളതിനെ പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് മീറ്റിംഗ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം, കാരണം പവർ സപ്ലൈ ഇല്ല. ഓക്കെ, ഇനി പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. സെറ്റ് ചെയ്യാം, പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുട്ട് ഇന്നിൻ്റെ മീനിങ്. അതേപോലെ തന്നെ പുട്ട് അപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? പുട്ട് അപ്പ്, ഇങ്ങനത്തെ ഫ്രേസൽ വേർബ്സ് എന്താണെങ്കിലും നമുക്ക് ഒരെണ്ണം വരും കേട്ടോ. എവിടെ നിന്ന് വരും എന്ന് അറിയത്തില്ല. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ കാണിക്കുക, ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പുട്ടപ്പ്, ഡിസ്പ്ലേ. പുട്ടപ്പ് എന്തെങ്കിലും ബാനർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്തു എന്നാണ്. ഇനി അടുത്തത് പുട്ട് ഔട്ട് ആണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ഉണ്ട്. റിലീസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. കെടുത്തുക, ഫയറൊക്കെ കെടുത്തുക ഉണ്ടല്ലോ, അങ്ങനെ എക്സ്റ്റിങ്ക്യൂഷ് ഔട്ടാണ്. അതുകൊണ്ട് കെടുത്തുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, പബ്ലിഷ് ചെയ്യാന്നൊരു മീനിങ്ങും ഉണ്ട്. ഓക്കെ, ശരി. നെക്സ്റ്റ് 67. ദ പ്രോജക്ട് റിപ്പോർട്ട് റിക്വയർസ് എ ക്ലിയർ ഐഡിയ. ഇതിൽ ഈ ക്ലിയർ ഐഡിയക്ക് പകരം നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ക്ലിയർ ഐഡിയക്ക് പകരം ഏത് വേർഡ് യൂസ് ചെയ്യാം? The project report requires clarification, clarity, clearing, clearer. ക്ലിയറിങ്ങും ക്ലിയററും അല്ല, പിന്നെ ക്ലാരിഫിക്കേഷൻ വേണോ?
നമ്മളിരുന്ന് ക്ലാരിഫൈ ചെയ്യണോ, ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമ്മൾ അവരെ പറഞ്ഞ് ബോധിപ്പിക്കണോ? വേണ്ട. ഒരു ക്ലിയർ ഐഡിയ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ, ആ റിപ്പോർട്ടിനകത്ത് ക്ലാരിറ്റി ഉണ്ടാവണം. ദ പ്രൊജക്ട് റിപ്പോർട്ട് റിക്വയർസ് എ ക്ലാരിറ്റി. നല്ല ക്ലിയർ ആയിട്ട് അത് പറയണം, ക്ലാരിറ്റി കേട്ടോ. നെക്സ്റ്റ് 68. ഐ തിങ്ക് ഷീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ തിങ്ക് ഷീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഷീ ലൈക്ക് സ്നേക്സ്, ഷീ ക്യാച്ചസ് സ്നേക്സ്, ഷീ ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി, ഐ തിങ്ക് സ്നേക്സ് ആർ ഫൗണ്ട് ഇൻ ഗ്രാസി പ്ലേസസ്. അല്ലാതൊരു ഇഡിയമാണ്. ഐ തിങ്ക് ഷീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേക്ക് ഈ ഗ്രാസിൽ കിടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, അറിയാണ്ട് നമ്മൾ ചവിട്ടിപ്പോവും അല്ലേ? അറിയാതെ ചിലപ്പോൾ നമ്മൾ ചവിട്ടിപ്പോവും. കാരണം സ്നേക്ക് ഗ്രാസിൽ പുല്ലി കിടന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു കളർ പോലത്തെ, ഈ നമ്മൾ ഓർക്കും ഈ കരിയില അങ്ങനത്തെ എന്തെങ്കിലും ഡ്രൈഡ് ലീവ്സ് ആണെന്ന് ഓർത്ത് നമ്മൾ അത്ര ശ്രദ്ധിക്കത്തില്ലല്ലോ. അതാണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ പാമ്പുണ്ടെന്നുള്ളത്. അപ്പോൾ ട്രസ്റ്റ് വർത്തി അല്ല എന്നുള്ളൊരു മീനിങ് ആണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ്. 69. QR കോഡ് എന്താണെന്നറിയോ? ഇപ്പം എല്ലാവരും നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്നതാണ്. QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് കോഡാണ്. ക്വിക്ക് റെസ്പോൺസ്, നമ്മൾ QR കോഡ് എടുത്ത് സ്കാൻ ചെയ്യുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു. ക്വിക്ക് റെസ്പോൺസ് കോഡാണ്. അതെന്തുകൊണ്ട് ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ വന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അബ്രിവേഷൻസ് ഉള്ള രീതിയിൽ വേണമെങ്കിൽ വരാം. Okay, and the last question. The last 2 years have seen a dash of eateries in our street. The last 2 years have seen a proliferation of eateries. Proliferation. എന്താണ് ഈ proliferation എന്ന് പറഞ്ഞാൽ? പ്രൊജക്ഷൻ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ? ഇല്ല. പ്രൊഡക്ഷൻ അതും ഇല്ല. പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പൽഷൻ പ്രൊപ്പൽഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഫോഴ്സാണ്, ആ ഒരു ത്രസ്റ്റ്, അതാണ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ. ഈ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈറ്ററീസ്, ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഒക്കെ നമ്മുടെ സ്ട്രീറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട്, ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്നാൽ അടുത്ത പറയട്ടെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇപ്പം നമ്മൾ കാണുന്ന 2022 22 ഓക്കെ. ഇതാ വീണ്ടും ഇതിലും 10 ക്വസ്റ്റ്യൻസ് ആട്ടോ, എല്ലാം 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കിട്ടിയിരിക്കുന്നതെല്ലാം എ കോഡാട്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം എ കോഡാണേ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചോദിക്കുക. ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആണ് എക്സാമിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ഇനിയിപ്പം പുതിയ ടോപ്പിക്കൊന്നും പഠിക്കണ്ട, പഠിച്ചു തന്നെ റിവൈസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് പുതിയത് അങ്ങനെ ഒന്നും പഠിക്കണ്ട. പഠിച്ചതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അല്ലേ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 61. അഞ്ജന ഡാഷ് ഹർ സിക്ക് ഫ്രണ്ട് യെസ്റ്റർഡേ. വീണ്ടും ഫ്രേസൽ വെർബ് എന്ത് കൊടുക്കാം? അഞ്ജന സിക്ക് ഫ്രണ്ടിനെ, വയ്യാത്ത ഫ്രണ്ടിനെ എന്ത് ചെയ്തു? വിളിച്ചു എന്നാണ്, ഫോണിൽ വിളിച്ചു എന്നാണ്. കോൾഡ് ഓൺ എന്നാണ്. ഓക്കെ, കോൾ ഓൺ സമ്മൺ എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുക എന്നാണ്. ഓക്കെ, ഫോണിൽ സംസാരിച്ചു. അപ്പം ഇന്നലെ വയ്യാത്ത ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടോ? എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ടുണ്ട്, എല്ലാ വർഷവും വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. നിനക്ക് എന്തെങ്കിലും അറിയാം അവരെന്താ പറയുന്നതിനെ കുറിച്ച്? നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഹാർഡ്ലി നോ. ഈ ഹാർഡ്ലി നെഗറ്റീവ് അല്ലേ? ആണ്. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ മറ്റേ എല്ലാം ക്യാൻസൽ ചെയ്യാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ആർ യു എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? ആർ യു എന്തിനാ കൊടുക്കുന്നത്? യു ഹാർഡ്ലി നോ. നോ എന്ന് പറയുന്നത് മെയിൻ വെർബാ. ഈ നോയിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? ഡു നോ എന്നാണ്. നോയിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? ഡു നോ എന്ന് എഴുതും. ആ ഡു കണ്ടല്ലോ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുന്നത്. അതുകൊണ്ട് ഡു യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. നിനക്ക് എന്തെങ്കിലും അറിയാം അവരെന്താ സംസാരിക്കുന്നത്? ഡു യു, നിനക്കറിയാമോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെയല്ലേ എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് 63. അപ്പിയറി. അപ്പിയറി മീൻസ്
ബീസിനെ വെക്കുന്ന സ്ഥലമാണ്. ബീസിനെ വെക്കുന്ന സ്ഥലമാണ് ഏപ്പിയറി എന്ന് പറയുന്നത്. ഏപ്പിയറി എന്ന് പറയുന്നത് ബീസിനെ വെക്കുന്ന ഒരു പ്ലേസിനെയാണ് ഏപ്പിയറി എന്ന് പറയുന്നത്. ബേർഡ്സിനെ ഏവിയറി എന്ന് പറയില്ല, അതുപോലെ ബീസിനെ വെക്കുന്നത് ഏപ്പിയറി എന്ന് പറയുന്നതാണ്. ഓക്കെ. 64 കണ്ടീഷണൽ ക്ലോസ്. വീണ്ടും കണ്ടീഷണൽ ക്ലോസ്. എത്രാമത്തെ തവണയാ നോക്കിക്കേ. ഇഫ് ഐ ന്യൂ ഹർ നമ്പർ, ഐ കംപ്ലീറ്റ് ചെയ്തേ. ഫസ്റ്റ് അതായത് കണ്ടീഷൻ തന്നിട്ടുണ്ട്, മറ്റേ ഹാഫ് ഒന്ന് എടുത്തേ. എന്ത് വരും? ഇഫ് ഐ ന്യൂ ഹർ നമ്പർ. ഇഫ് ഐ ന്യൂ, ഇഫിൻ്റെ കൂടെ പാസ്റ്റാ. അപ്പോൾ വിൽ ഓർ ഷാൽ ആണോ? അല്ല, വുഡ് ഓർ ഷുഡ് ആണ്. പിന്നെ അവിടെ V1 ആണ്. ഐ വുഡ് ടെൽ യു എന്നാണ്. ഐ വുഡ് ടെൽ യു. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഇഫ് ഐ ന്യൂ ഹർ നമ്പർ, ഐ വുഡ് ടെൽ യു. എനിക്ക് നമ്പർ അറിയാമെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേനെ. ഇഫ് ഐ ന്യൂ, ഐ വുഡ് ടെൽ. ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ് തന്നിരിക്കുന്നത്. ടൈപ്പ് 1 ആണെങ്കിൽ ഇഫ് ഐ നോ ഹർ നമ്പർ, ഐ വിൽ ടെൽ യു. ഇഫ് ഐ നോ, ഐ വിൽ ടെൽ യു. ഓക്കെ. തേർഡ് ടൈപ്പ് ആണെങ്കിൽ ഇഫ് ഐ ഹാഡ് നോൺ, ഐ വുഡ് ഹാവ് ടോൾഡ്. ഇഫ് ഐ ഹാഡ് നോൺ, ഐ വുഡ് ഹാവ് ടോൾഡ്. മൂന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്താണേലും ഏത് ടൈപ്പാ നോക്കിയിട്ടത് ആൻസർ ചെയ്തോളാം. 65. It's not an intelligent decision to dash with national security. It's not an intelligent decision to cut corners. Cut corners. I cut corners എന്ന് പറഞ്ഞാൽ what do you mean by cut corners? Any idea? ഇതിനെ അറിയണമെങ്കിൽ ഉണ്ടല്ലോ എല്ലാം നമ്മൾ നോക്കണം. ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഫുള്ള് മൊത്തത്തിൽ നമ്മളത് അരിച്ച് പറക്കി നമ്മൾ നോക്കണം എല്ലാ ഓപ്ഷൻസും. വാട്ട് ഡു യു മീൻ ബൈ കട്ട് കോർണേഴ്സ്? ഇഡിയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും ഏറ്റവും ഈസിയസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് വേ എന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയിൽ നമ്മൾ പിന്നെ വലിയ എളുപ്പവഴിയൊന്നും നോക്കരുത് എന്നാണ്. ഓക്കെ, അതാണ് കട്ട് കോർണർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോർണേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്, ഷോർട്ട് കട്ടാണ്. അപ്പം നാഷണൽ സെക്യൂരിറ്റീനെ ബേസ് ചെയ്ത് നമ്മൾ എളുപ്പവഴി നോക്കാൻ പോവരുത് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളൊരു ഈസിയസ്റ്റ് വേ നമ്മൾ നോക്കരുത് എന്നാണ്. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ബ്ലൈൻഡ് എലി. ബ്ലൈൻഡ് എലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഇഡിയമാണ്. ബ്ലൈൻഡ് എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു ഡെഡ് എൻഡിലോട്ട് പോവാണ്, നമ്മളെ ഒരിടത്തോട്ടും എത്തിക്കത്തില്ല, നമ്മളിങ്ങനെ അങ്ങ് പോവാണ്. ബ്ലൈൻഡ് എലിയാണ്. അതായത് ഒരു പ്രോഗ്രസ് ഇല്ല, ഒരു ഔട്ട്കം ഇല്ല, നമ്മൾ അവസാനം ഒരു ഡെഡ് എൻഡിൽ നമുക്കൊരു പ്രോപ്പർ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തത്തില്ല. ഒരു പാത്തോ ഒരു പ്ലാനോ എന്താണെങ്കിലും നമ്മൾ അവസാനം ബ്ലൈൻഡ് എലിയിൽ വന്ന് നിൽക്കും, നമുക്കൊരു കറക്റ്റ് ഒരു പ്രോഗ്രസ് ഉണ്ടാവത്തില്ല. അതാണ് ബ്ലൈൻഡ് എലി എന്ന് പറഞ്ഞാൽ. അടുത്ത റിങ് എ ബെൽ. റിങ് എ ബെൽ എന്ന് പറഞ്ഞാൽ വളരെ ഫെമിലിയർ ആണ്. അയ്യോ, ഞാൻ ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് റിങ് എ ബെൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഡ്രോ എ ബ്ലാങ്ക്. ഡ്രോ എ ബ്ലാങ്ക്, ഒരു ബ്ലാങ്ക് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡ്രോ എ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയിലിയർ എന്നാണ്. അതായത് നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ബ്ലാങ്ക് വരയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്കൂൾ ഡേയ്സിലൊക്കെ നമുക്ക് അറിയാത്തത് നമ്മളിങ്ങനെ ഹൈഫൻ ഇട്ട് വെക്കും അല്ലേ, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മളത് ഓർത്തെടുക്കാൻ ഫെയിൽ ആവുന്നു എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നാഷണൽ സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്മൾ അവിടെ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് നോക്കരുത്, എളുപ്പവഴി നോക്കാൻ പോവരുത്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ഡീൽ ചെയ്യണം. കാരണം അത് വലിയ വലിയ സംഭവങ്ങളാണ് എന്നാണ് ഉദ്ദേശിച്ചത്. 66 പ്രപ്പോസിഷൻ ആണ്. മനു വിൽ ഗോ ഡാഷ് ദ 7:30 ബസ്. 7:30 ബസ്സിനാണ് പോകുന്നത്. 7:30 ബസ്സിൽ പോകും. മനു വിൽ ഗോ ഇൻ ദ 7:30 ബസ്സിന് മാത്രമായിരുന്നെങ്കിൽ ബൈ ബസ് എന്ന് പറഞ്ഞേനെ. ഓക്കെ, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരുന്നെങ്കിൽ ബൈ ബസ് എന്ന് പറഞ്ഞേനെ. ഇത് 7:30 ബസ്സിനാണ് പോകുന്നത്. 7:30 ബസ് ഉള്ളത്. 7:30 ബസ്സിന് പോകുന്നത് എങ്ങനെ പറയും? 4 ആണോ? 4ഉം അല്ല ബൈയും അല്ല, പിന്നെ ഇറ്റ് ഇസ് ഓൺ ആണ്. ഓൺ ദ 7:30 ബസ് എന്നാണ്. ഓക്കെ, മനു വിൽ ഗോ ഓൺ ദ 7:30 ബസ്. 7:30 ബസ്സിന് പോകും. അത് ഓൺ ദ 7:30 ബസ് എന്നാണ് പറയുന്നത് കേട്ടോ. 67 ഏത് പാർട്ടിലെ എറർ എന്ന് പറയണം. എന്താണെന്ന് പോലും പറയണ്ട, ഏത് പാർട്ടിലാന്ന് പറഞ്ഞാൽ മതി. എന്നാലും നമുക്ക് നോക്കാം. മൈ ഡോട്ടർ വിത്ത് ഓൾ ഹർ ഫ്രണ്ട്സ് ഹാവ് അറൈവ്ഡ്. എന്താണ് അവിടെ? വിത്ത് ഓൾ ഹർ ഫ്രണ്ട്സ്. വിത്ത് തരുമ്പോൾ വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത് എന്നൊക്കെ വന്നാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വേർബ് യൂസ് ചെയ്യുക. ആദ്യത്തെ സബ്ജക്റ്റ് ആരാ? ഡോട്ടർ. ഡോട്ടർ സിംഗുലർ അല്ലേ? ആണ്. അപ്പോൾ വേർബും സിംഗുലർ ആയിരിക്കണം. ഹാവ് ആണോ? അല്ല, ഹാസ് എന്ന് വരും. അത് ഏത് പാർട്ടാ? തേർഡ് പാർട്ട്. ആൻഡ് ദി എറർ ഇസ് ഇൻ ഓപ്ഷൻ സി. ഓപ്ഷൻ സി.
കിട്ടിയോ? മൈ ഡോട്ടർ വിത്ത് ഓൾ ഓഫ് ഫ്രണ്ട്സ്, വിത്ത് അലോങ് വിത്ത് ഒക്കെ വരുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് യൂസ് ചെയ്യുക. ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ഡോട്ടർ ആണ്, ഡോട്ടർ സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ. മൈ ഡോട്ടർ വിത്ത് ഓൾ ഓഫ് ഫ്രണ്ട്സ് ഹാസ് അറൈവ്ഡ് എന്ന് വരും. തേർഡ് പാർട്ടിലാണ് എറർ. 68 ഹ്യൂമറസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഹ്യൂമറസ് സൈഡിലോട്ട് എഴുതിക്കോ. ഹ്യൂമറസ്, ഹ്യൂമറസ്. അവിടെ OUS മതി, മറ്റടുത്ത D അല്ല കേട്ടോ. ബി ഫോർ ബോയ് ആണ്, ബി ഫോർ ബോയ്. ഹ്യൂമറസ്. ഓക്കെ, HUMOR ആണ്, HUMOROUS, ഹ്യൂമറസ്. ഓക്കെ, ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ്. 69. Identify the part of the speech of the underlined part. The athlete ran with great speed. With great speed. അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്? വിത്ത് ഗ്രേറ്റ് സ്പീഡ്. അഡ്വേർബ് ആണോ, അഡ്വേർബ് ഫ്രേസ് ആണോ, അഡ്വേർബ് ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? എന്താണത്? ഇറ്റ് ഈസ് അഡ്വേർബ് ഫ്രേസ്. എങ്ങനെ ഓടി? ഓക്കെ, ഹൗ, അതായത് ആ വേർബിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഐ റിപ്പീറ്റ്, വേർബിനെയാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. റാൻ എന്നാ പറയുന്നത്. എങ്ങനെ ഓടി? വിത്ത് ഗ്രേറ്റ് സ്പീഡ്, ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടി. അപ്പോൾ ആ റാൻ എന്നുള്ളത് വേർബാണ്. വേർബിനെ ഡിഫൈൻ ചെയ്യുന്നത് അഡ്വേർബ് ആണ്. വേർബിനെ ഡിഫൈൻ ചെയ്യുന്നത് അഡ്വേർബ് ആണ്. അപ്പോൾ അഡ്വേർബ് തന്നെയാണ്, പക്ഷെ ഒരു ഫ്രേസാണ് തന്നിരിക്കുന്നത്. ഫ്രേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഇല്ലല്ലോ. ക്ലോസ് ആണെങ്കിലല്ലേ അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉള്ളൂ, പക്ഷെ ഇതിന് കംപ്ലീറ്റ് മീനിങ് ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ അത് അഡ്വേർബ് ഫ്രേസ് ആണ്. അടുത്തത് ആന്റണം. ഫെലിസിറ്റസിന്റെ ഓപ്പോസിറ്റ് വേണം. ഓഹോ, ഫെലിസിറ്റസിന്റെ ഓപ്പോസിറ്റ്. അതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഫെലിസിറ്റസിന്റെ മീനിങ് എന്താണ്? എന്നാലല്ലേ അതിന്റെ ഓപ്പോസിറ്റ് അറിയാൻ പറ്റുള്ളൂ. ഫെലിസിറ്റസ്, നിങ്ങൾ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. കാരണം ചിലപ്പോൾ നമുക്ക് ഇനി സ്പെല്ലിംഗ് ആ വരുന്നെങ്കിൽ, ഫെലിസിറ്റസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളത് സെലക്ട് ചെയ്തു എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഈവൻ ഫേവറബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതായത് കറക്റ്റാണ്, ഫെലിസിറ്റസ് ഇന്ന ആളാണ് അതിനകത്ത് ഏറ്റവും കറക്റ്റായിട്ട് ആപ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ്. ഓക്കെ, ഫെലിസിറ്റസിൻ്റെ മീനിങ് ആപ്റ്റ് ആണ്, അപ്രോപ്രിയേറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. സിനോണിം അതാണ്. ഞാൻ അവിടെ എഴുതിയിട്ട് കാര്യമില്ലല്ലേ, കാണത്തില്ല. സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആപ്റ്റ് ആണ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഫെലിസിറ്റസിൻ്റെ മീനിങ് ആപ്റ്റ് ആണ്, അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ്. ഓക്കെ, ബാക്കി മീനിങ്സ് അറിയാലോ. പ്ലീസ്ഡ് അല്ല, റെലവൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അടുത്ത ഡെക്കറസ്. ഡെക്കറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ഡീസൻ്റ് ആയിട്ട് എന്നൊക്കെയുള്ളതാണ്. സ്യൂട്ടബിൾ, ഫിറ്റ്. അത് ഫെലിസിറ്റസിൻ്റെ സിനോണിം ആട്ടോ. ശരിയാ. ഡെക്കറസ് എന്ന് പറഞ്ഞാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ട്, ഫിറ്റ് ആയിട്ടുള്ളത്. ഫെലിസിറ്റസിൻ്റെ മീനിങ് തന്നിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ D ആണ് റെലവൻറ്റ്. ഓപ്ഷൻ D കാണത്തില്ല അല്ലേ? ഓപ്ഷൻ D റെലവൻറ്റ് എന്നാണ്. ഞാൻ ഇങ്ങോട്ട് മാറിയാൽ കാണാൻ പറ്റുമോ? ഇല്ല, ഇങ്ങോട്ട് മാറിയാൽ ഓപ്ഷൻ D ആണ് റെലവൻറ്റ്. ഓക്കെ, സോ ഡെക്കറസ് സിനോണിം ആണ്, ആപ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബീറ്റ് ഓഫീസറിൻ്റെ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 40 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചില ഫാക്ടേഴ്സ് കാണാൻ പറ്റിയിട്ടുണ്ട്. വൊക്കാബ്സ്, സിനോണിം, ആന്റണം, ഇഡിയംസ് വരുന്നുണ്ട്, സ്പെല്ലിംഗ് വരുന്നുണ്ട്, ഫ്രേസൽ വെർബ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വൊക്കാബിനകത്ത് നിന്ന് വരുന്നുണ്ട്. അത് നമുക്ക് ഇന്നത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. ഗ്രാമറിനകത്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, പ്രൊപ്പോസിഷൻ, ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. പിന്നെ പാർട്ട് ഓഫ് സ്പീച്ച് എല്ലാം തന്നെ ഉണ്ട്. കണ്ടീഷൻ ക്ലോസ് പ്രത്യേകിച്ചുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നുണ്ട്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻ ടോപ്പിക്സ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ആൻഡ് ദിസ് ഇസ് റീവ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.